മുഖ്യമന്ത്രി പോലെ നെഹി നെഹി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പ്രശ്നം KC ആണോ RC ആണോ VD ആണോ എന്നൊന്നും തീരുമാനമായിട്ടില്ലെങ്കിലും പ്രവർത്തകർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. 100-ൽ 100 മാർക്ക് വാങ്ങി വിജയിച്ചിട്ടും ഇതാണല്ലോ കോൺഗ്രസ് നിങ്ങളുടെ ഒരു ഗതികേട്. ഇങ്ങനെയൊക്കെ ജയിച്ചിട്ടും തോക്കാനാണോ നിങ്ങളുടെ പുറപ്പാട്? സമൂഹ മാധ്യമങ്ങളിലാകെ ട്രോളോട് ട്രോളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പരിഹാസപാത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതോ കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളവരും. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തുടങ്ങി ഇവയിലൊന്നും പെടാതെ കിട്ടിയാൽ എന്തും സ്വീകരിച്ചോളാം എന്ന രീതിയിൽ ഒന്നും അറിയാത്ത രീതിയിലിരിക്കുന്ന K മുരളീധരനും സണ്ണി ജോസഫും വരെയുണ്ട് ട്രോളുകളിൽ. ഹൈക്കമാൻഡ് വിഷയത്തിൽ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ലെങ്കിലും എല്ലാം മുകളിൽ നിന്നും വരുന്നാണ് നേതൃനിര പറയുന്നത്. വരുമായിരിക്കും അല്ലേ? 10 വർഷം നീണ്ടു നിന്ന ഇടതുപക്ഷ ഭരണത്തെ താഴെ ഇറക്കിയതിൻ്റെ ആവേശം അണികൾക്കും താഴേക്കിടയിലെ പ്രവർത്തകരിലുമുണ്ട്. പക്ഷേ ഈ ആവേശമൊക്കെ നിമിഷ നേരം കൊണ്ടാണ് നേതൃനിര പരസ്പരം തല്ലിത്തീർക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് മിനിമം 100 സീറ്റെങ്കിലും നേടി UDF ഇത്തവണ അധികാരത്തിൽ വരുമെന്ന ഉറച്ച ആത്മവിശ്വാസം വളർത്തിയതും പല ഒറ്റക്കൊമ്പന്മാരുടെയും മടകളിൽ സ്ഥാപിച്ച പൊന്നോമന ഫ്ലെക്സ് ബോർഡുകളുടെ കണക്കുകൾ നിരത്തിയാണ് VD പടയൊരുക്കം തുടങ്ങിയത്. പുട്ടിന് പീര പോലെ ഞാൻ ഇടയ്ക്ക് ടീം എന്നിങ്ങനെ പറയുന്നതും നമുക്ക് കേൾക്കായിരുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വനവാസമായിരിക്കും VDയുടെ പൂഴിക്കടകൻ. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കേ ഇല്ല എന്ന 18ാമത്തെ അടവും VD സതീശൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നാലാണ് VD സതീശന്റെ 19ാമത്തെ അടവിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറുവശത്ത് ഇക്കാലം അത്രയും ആത്മവിശ്വാസം നൽകി അണികളെ ചേർത്ത് പിടിച്ചത് താനാണെന്നാണ് KCയുടെ വീമ്പുപറച്ചിൽ. കൂടാതെ MLA-മാരുടെ പിന്തുണയും KC വേണുഗോപാലിന് തന്നെയാണ്. രമേശ് ചെന്നിത്തലയുടെ പാരലൽ ലോകവും വേറെ ലെവൽ ദൈവിക ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സീനിയോറിറ്റിയുടെ പരിഗണന നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവാൻ രമേശ് ചെന്നിത്തല തന്നെയാണ് യോഗ്യനെന്നാണ് RCയുടെ പക്ഷം പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ദിവസപൂജയും കുരുതിയും വഴിപാടും നടത്തുകയാണ് തൃശൂർ ക്ഷേത്ര ഘടകങ്ങൾ. INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണനാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പ്രത്യേക പൂജ, ദിവസപൂജ, കുരുതി, പുഷ്പാഞ്ജലി, ഒറ്റ ശർക്കര നിവേദ്യം രഹസ്യമായിട്ട് കൂടോത്രം വരെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. അടിപിടി ജോറെ ഡൽഹിയിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സംഗതി ചോർന്നതാണോ ചോർത്തിയതാണോ എന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ലിസ്റ്റിൻ പ്രകാരം സന്ദീപ് വാര്യർ അടക്കം പല MLA-മാരുടെയും സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ VDയുടെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ സണ്ണി ജോസഫ് പോലും മുഖ്യമന്ത്രി വിഷയത്തിൽ കളം മാറി. എന്തായാലും ചെയ്ത പൂജകളും വഴിപാടുകളും പുകയാവുന്ന അവസ്ഥയാണ് ചെന്നിത്തല ആരാധക ഘടകത്തിനും. മുഖ്യമന്ത്രി സ്ഥാനം KCക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം VDക്കും നൽകുമെന്നൊരു പൊതു സംസാരവും എയറിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുടിശ്ശികയും തീർത്ത് കേരളത്തിലേക്ക് വണ്ടി പിടിച്ച ഒറ്റക്കൊമ്പനെ അനുനയിപ്പിച്ച AK ആന്റണി തന്നെ ഇത്തവണയും കളത്തിലിറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അനുനയിപ്പിക്കാൻ AK ആന്റണി തന്നെ കളത്തിലിറങ്ങിയാലും സുധാകരേട്ടൻ മിനിമം 2 മന്ത്രിസ്ഥാനമെങ്കിലും ചോദിക്കും. CPIM എന്തായാലും രക്ഷപ്പെടും. കോൺഗ്രസ് വളരുമോ പിളരുമോ തുടങ്ങിയ ചർച്ചകൾ തീരും മുമ്പ് തന്നെ പ്രതിപക്ഷ പോരുമുറുക്കി SFIയും DYFIയും നിരത്തിലിറങ്ങും. പിന്നെന്താ, കോൺഗ്രസ് അല്ലേ, ഇതൊക്കെ തന്നെ. മഴ വരും മുമ്പ് മുഖ്യമന്ത്രി കിട്ടുമെന്തോ.